അയ്യോ കുഞ്ഞുട്ടാ, അയ്യോ മോനെ അപ്പല്ലേ ഇവൻ ജെയിംസിനെ തല്ലിയത്. അതിനു മുമ്പ് തല്ലിയിട്ടുണ്ട്. അവര് കൂടുതൽ ആളെ ഇറക്കിയിരിക്കാണ് സാർ. സിറ്റി ടൈഗേഴ്സ്. കടുക്കനിട്ട് വെളുത്ത് തടിച്ച കുള്ളനായ ഒരു മീശക്കാരനാണ് സാർ പുതിയ ഗാങ്ങിന്റെ ലീഡർ. അവര് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു സാർ. ആ റെഡിന്റെ കറമ്പനും ഉണ്ടായിരുന്നു. എല്ലാത്തരം ആധുനിക ആയുധങ്ങളും ഉണ്ടോ വടകന്? ആ നേതാവിന്റെ കയ്യില് നമ്മുടെ വടിവാള് പോലെ ഒരെണ്ണം. വടിവാളല്ലേ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാനൈഡ്. ആയുധങ്ങളില്ലാതെ ഞങ്ങൾ ഇനി പുറത്തു പോവാണെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. ഓ, അതിന് ഞാൻ എന്ത് ചെയ്യാൻ? ആ ബാങ്ക് ലോൺ ഒന്ന് പാസ്സായി കിട്ടിയിരുന്നെങ്കിൽ ഓരോരുത്തർക്കും കത്തിയോ പിസ്റ്റലോ എന്ത് കുന്തം വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തന്നെ. ഒരു മെഷീൻ ഗൺ വേണം സാർ. അതൊരു അന്തസ. വായിക്കാവിടെ കുറച്ച് കാശ് കൈവന്നിരുന്നെങ്കിൽ സ്വീഡനിലോ മറ്റോ പോയി കുറച്ച് ആയുധങ്ങൾക്ക് ഓർഡർ കൊടുക്കാമായിരുന്നു. കിഡ്നാപ്പിംഗ്, ലളിതമായ 100 വഴികൾ എന്ന എന്റെ ഗ്രന്ഥം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കാശ് കൈ കിടന്ന് മറിഞ്ഞേനെ. നിങ്ങൾ ആദ്യം ആ സ്വാമിജി പറഞ്ഞ കുട്ടിയുടെ കാര്യം ശരിയാക്കാൻ നോക്കൂ. അല്ല സാർ, അത് പുതിയ ആയുധങ്ങൾ എത്തിയിട്ട് പോരെ? സിറ്റി ടൈഗേഴ്സ് വേണ്ട, അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട. ആയുധമില്ലാതെയുള്ള ആക്രമണത്തിന്റെ എത്ര രീതികൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ അത് നോക്കിയാൽ മതി. നഷ്ടപ്പെടുത്താൻ സമയമില്ല. ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. സിറ്റി ടൈഗേഴ്സ്. രാമേന്ദ്ര, രാമേന്ദ്ര, അച്ഛനും തന്നെ കണ്ടു. എല്ലാരും എന്റെ പുറകെ ഓടി. ഞാൻ അസലായിട്ട് ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ആ കുട്ടി നല്ല കുട്ടിയാ. ഭക്ഷണം വാങ്ങിക്കാൻ കാശ് തന്നു. ആശ, കുട്ടിക്ക് വീട്ടിലേക്ക് പോവാം. ചെയ്ത തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ആകെ വഴിമുട്ടിപ്പോയൊരു ചുറ്റുപാടിൽ ഞങ്ങൾക്ക് തോന്നിയൊരു മണ്ടത്തരം അത്. പോയിക്കോളൂ, പോലീസ് സ്റ്റേഷനിൽ പോവാം, കംപ്ലൈന്റ് കൊടുക്കാം. കുട്ടിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഇറങ്ങിക്കോളൂ. രാമേന്ദ്ര, ചെട്ടിയാര് ഇവിടുത്തെ വാടക. എന്താ രാമേന്ദ്ര, അപ്പൊ പണം വേണ്ടേ? വേണം, പക്ഷെ കിട്ടണമെങ്കിൽ അവളെ കൊല്ലണം. കൊന്നാൽ എത്ര രൂപ തരാന്നാ അയാൾ പറഞ്ഞത്. കൊല്ലാനോ? സ്വന്തം മകളെ? അയാൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ആ പെണ്ണ് മരിച്ചു കാണാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊരു മനുഷ്യനാണ് അയാൾ. മനുഷ്യനല്ല, മൃഗം. അയ്യോ രാമേന്ദ്ര, അങ്ങനെയാണെങ്കിൽ അവളെ നമ്മളിപ്പോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് വലിയ അപകടമായിപ്പോയല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ? നിനക്കും അയാളെ പോലെ തന്നെ മനസാക്ഷി ഇല്ലാതായിപ്പോയോ? കൊലക്കത്തിയുടെ മുമ്പിലേക്കല്ലേ നീ അവളെ ഇപ്പൊ പറഞ്ഞയച്ചത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അവള് വീട്ടിലെത്തുന്നതിന് മുമ്പ് അവളോട് ഈ വിവരം പറയണം, രക്ഷിക്കണം. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. വാ. ഞങ്ങൾ പറഞ്ഞൊക്കെ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. അയാളുടെ സ്നേഹപ്രകടനത്തിൽ സംശയം തോന്നി തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അയാൾ എന്റെ അച്ഛനല്ല. എന്റെ അച്ഛന്റെ മരണശേഷം അമ്മയുടെ പേരിലുള്ള സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ നോക്കി നടത്താൻ ഒരാള് വേണമായിരുന്നു. മാനേജറായി വന്ന അയാൾ എല്ലാത്തിന്റെയും കൈകാര്യകർത്താവായി. അമ്മയെ അയാൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അധികമാവും മുമ്പ് അമ്മ മരിച്ചു. അയാൾ എന്തിനാ കുട്ടിയെ കൊല്ലണമെന്ന് പറയുന്നത്? അതുകൊണ്ട് അയാൾക്കെന്താ ലാഭം? മരിക്കുന്നതിന് മുമ്പ് അമ്മ വിൽപത്രം എഴുതി വെച്ചു.
എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടേ സ്വത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടാവൂ. അതും ഞാൻ നിശ്ചയിക്കുന്ന പോലെ. എനിക്ക് 18 ആകുന്നവരെ അയാൾ വിവാഹം കഴിക്കാനും പാടില്ല. എനിക്ക് 18 ആകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ അയാൾക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന്. അയാൾക്ക് പണം മാത്രം മതി. നിങ്ങളും പണത്തിന് വേണ്ടിയാണല്ലോ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്. ഞങ്ങളുടെ കാര്യം കുറച്ച് വ്യത്യാസമുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിശദമായിട്ട് കുട്ടിയോട് ഞാനെന്ന് പറഞ്ഞല്ലേ. ആശിനി എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കറിയില്ല. വീട്ടിലേക്ക് പോകണ്ട. ആ ദുഷ്ടം കുട്ടിയെ വെറുതെ വിടില്ല. ഇനി മുതൽ ആശ ഒറ്റയ്ക്കല്ല. 18 വയസ്സാകുന്നവരെ ആശയ്ക്ക് ഇവിടെ കഴിയാം. ആ MRC എന്ത് ചെയ്യും നോക്കല്ലോ. ഹലോ, ഞാൻ സ്വാമിജിയാ. എന്താ സ്വാമിജി? MRC കാശ് തരില്ലെന്നുള്ള പിടിവാശിയിലല്ലേ? ഉം. പക്ഷെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ അയാൾ കാശ് തരും. അതെ, തന്നേക്കും. ഇനി 18 വയസ്സാകാൻ അധികം നാളുകളില്ലല്ലോ. 18? അതെടാ കള്ള റാസ്കൽ MRC. ആശയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലല്ലോ. തന്നെ പിടിച്ച് പുറത്താക്കില്ലേ? ഹലോ, ഞാൻ സ്വാമിജിയാ. നിർത്തോ. നിന്റെ ഒരു സ്വാമിജി. തന്റെ എല്ലാ കളികളും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പേര് മാറ്റിയുള്ള ഫോൺ വിളിയും എല്ലാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബ്ലഡി ഫൂൾ. ആശയ്ക്ക് 18 വയസ്സാകുന്നവരെ ഞങ്ങൾ അവളെ സംരക്ഷിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ട് തന്നെ ചവിട്ടി പുറത്താക്കും. താനൊരു തെരുവുപട്ടിയെ പോലെ തെണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നരകിച്ച് അവസാനം രക്തക്കണ്ണീരിലെ MR രാധയെ പോലെ താൻ കുഷ്ഠം പിടിച്ചു മരിക്കും. ഒരുങ്ങിക്കോ. ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ആഹാ. റാംബോ ചാക്കോച്ചൻ ഹിയർ. ഓഹോ, തന്റെ അസുഖം ഇനി തീർന്നില്ലേ? എന്തോന്ന് ചാക്കോച്ചാ, അന്ന് ഞാൻ ഇച്ചിരി തമാശ പറഞ്ഞെന്ന് വിചാരിച്ച അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? കളയുന്നേ. കൂടുതൽ ചക്കര വർത്തമാനമൊന്നും വേണ്ട, കാര്യം പറ. ഞാനൊരു അല്പം ബിസിയാ. തിരക്കിനിടയിൽ ഒരു അല്പസമയം എനിക്ക് വേണ്ടി കൂടെ മാറ്റി വെക്ക്. നമ്മുടെ ആ പഴയ കാര്യം. ഏത്? ആ പെങ്കൊച്ചിന്റെയോ? ആ ഫയൽ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. ഇനി അത് തുറക്കുന്ന പ്രശ്നമേ ഇല്ല. ചാക്കോച്ചൻ അങ്ങനെ പറയരുത്. ജീവനോടെ വേണമെന്നില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടി ഒന്ന് കൊന്നു തന്നാ മതി. 5 ലക്ഷം ഞാൻ തരാം. ചാക്കോച്ചനാണ് സത്യം. 5 ലക്ഷമല്ല, 5 കോടി തരാമെന്ന് പറഞ്ഞാലും അത് നടക്കില്ല. അവരോട് പൊരുതിയിരിക്കാൻ എന്റെ ഫോഴ്സിനാകില്ല. ഇതൊരു പച്ച പരമാർത്ഥമാണ്. ഒരു പ്രശ്നവും ഇല്ല. ഏത് സിറ്റി ടൈഗേഴ്സ്? 2 ദരിദ്രവാസി പയ്യന്മാര്. അവരൊന്നും ഒരു പ്രശ്നമല്ല ചാക്കോച്ചാ. നിങ്ങൾക്കത് പറയാം. ഏതോ അണ്ടർഗ്രൗണ്ട് താവളത്തിലുള്ളവരെ പല വലിയ പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നിങ്ങളെ എന്നെ വരെ അവർ തട്ടിക്കൊണ്ടു പോയെന്ന് വരാം. നിങ്ങൾ എന്തോന്നായി പറയുന്നേ? ഏത് അണ്ടർഗ്രൗണ്ടില്? ആ സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിലൂടെ നേരെ വടക്കോട്ട് പോകുമ്പോ വലതുവശത്ത് കാണുന്ന വില്ലിംഗ്ടൺ സ്ട്രീറ്റിലെ ആ ബ്രോയിലർ കോഴി കച്ചവടം ചെയ്യുന്ന വീടിന്റെ മുകളത്തെ നിലയിലാ അവര് താമസം. ആ, നിങ്ങൾ വിചാരിച്ച നടക്കും ചാക്കോച്ചാ. ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ? 5 ലക്ഷം രൂപ ആയുസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. നോ, വിടാൻ പറ്റില്ല. ഒരുത്തരും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഈ ചാക്കോച്ച ശ്രമിക്കാന്ന് പറഞ്ഞത് കേട്ടിരുന്നാലേ അവളുടെ ബർത്ത്ഡേക്ക് ഇനി അധികം ഇല്ല. അന്ന് അവൻ ഫോണിൽ പറഞ്ഞതുപോലെ അവര് പെണ്ണിനെയും കൊണ്ടിങ്ങ് വരും. ഇല്ല, അങ്ങനെ ആരും എന്നെ തോപ്പിക്കില്ല. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനമായാലും എളുപ്പം വേണം. MRC ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നേരിട്ടൊരു കൈ നോക്കാൻ പോവാ.
ആരാടാ നീ? നീ ആരടാ? നീ ആരാടാ? നിക്കടാ, നിക്കടാ, നിക്കടാ ഇവിടെ. ഇവിടെ, അയ്യോ അയ്യോ കൊണ്ടു വെക്കുന്നേ. ഇവൻ ഇത് എവിടെ പോയി? സാറിന്റെ മുടി മുടിയേ ഈ തലയിൽ മുടി മുടി എന്റെ അമ്മ ഈശ്വര. ഹലോ, ബിഗ് മേക്കർ രവിയല്ലേ? ഇത് MRC. എനിക്ക് വളരെ അടിയന്തരമായിട്ട് 3-4 വിഗ് വേണമായിരുന്നു. പഴയതോ? അതേതോ കള്ളന്മാരെ കൊണ്ടുപോടോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ചാക്കോച്ചനെ കൊണ്ട്. ഓ, അയാൾ വിചാരിച്ച ഒന്നും നടക്കത്തില്ല. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ലൂക്കിനെ വരുത്താം. ലൂക്കോ? ആരാവൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനാ. ഇപ്പൊ ബാംഗ്ലൂരിലാ. അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ സ്വന്തം ആളാ. അവിടെ എന്ത് കുഴപ്പം നടന്നാലും അതിന്റെ പിന്നിൽ ലൂക്ക് കാണുമെന്നാ. ഇത്രയും വലിയ പുള്ളി പെട്ടെന്ന് കയറി വിളിച്ചാ വരുവോ? ഞാൻ വിളിക്കാം. എന്നെ കെട്ടണമെന്നും പറഞ്ഞ് കുറെ കാലം നടന്നതാ. വരാതിരിക്കില്ല. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഒന്ന് നോക്കാം. എന്റെ ഭഗവതി, കൊണ്ടുവന്ന രൂപയും തീരാറായല്ലോ. രൂപ ഞങ്ങൾ തമ്പ്രാട്ടിന്റെ അടുത്ത് പോയി വാങ്ങിച്ചോണ്ട് വരാം. അത് നടക്കുന്ന കാര്യമല്ല. കുഞ്ഞുകൂട്ടനില്ലാതെ കുഞ്ഞുലക്ഷ്മിയുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് വെട്ടാൽ അതോടെ ആ സാധുവിന്റെ പ്രാണം പോകും. 30 തികയാൻ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. കൺമുമ്പിൽ കണ്ടിട്ടും നമുക്ക് ആർക്കും അയാളെ ഓടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ. അല്ല തമ്പുരാനെ, നല്ല 2 ഓട്ടക്കാരെ വിളിച്ചാലെന്താ? വലിയമ്പരാനെ, ഏതോ ചില ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുകയാണ്. ഓ, എന്നാപ്പം മഴ പെയ്യും. അതല്ലടോ, കാർമേഘരൂപിയായ ഒരു സത്വം കൊച്ചുതമ്പുരാനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക. കൊച്ചുമ്പറൻ എവിടെയാ ഉള്ളതെന്നൊന്ന് ആദ്യം പറ മണിക്കറേ. പറയാടോ, പറയാം. ഏതോ പക്ഷികളുടെ ലോകത്താ. ആകാശത്തോ? വെറുതെ അല്ല കാർമേഘം ഉരുണ്ട് കൂടുന്നതോ? ഓ, ആകാശ പക്ഷികളല്ലടോ. അത് തന്നെ. അല്ലല്ല, ഭൂമിയിലെ ചില പ്രത്യേക പക്ഷികളുമായി സഹവാസത്തിലാണ് തമ്പുരാൻ എന്നാണ് കാണുന്നത്. തമ്പുരാനെ ഉന്നം വെച്ച് ആ കാർമേഘ രൂപി ഒരു കറുത്ത വാഹനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക. I am Luke. Christopher Luke. ലുക്ക് ചെയ്യാം മിസ്റ്റർ ലൂക്ക്. പാഴാക്കാൻ ഒരു സെക്കൻഡ് സമയം പോലും ഇല്ല. ആ വീട്ടിൽ വെച്ച് തന്നെ കൊല നടന്നാൽ നമുക്ക് ഗുണം വളരെയാണ്. നമുക്ക് ക്യാഷിന്റെ കാര്യത്തിലേക്ക് കടക്കാം. 1 ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷമോ? ദേ, ഇനി കാശിന്റെ കാര്യത്തിൽ വർത്താനം പറഞ്ഞ് സമയം കളയണ്ട. അതെ അതെ, ലൂക്ക് പറഞ്ഞ സംഖ്യയ്ക്ക് സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അവരത്ര ചില്ലറക്കാരൊന്നുമല്ല, നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു രാത്രി അവനായിട്ടൊന്ന് ഏറ്റുമുട്ടി.
അന്ന് ഞാൻ അവനെ തട്ടിയനെ. പിന്നെ 50,000 രൂപ അഡ്വാൻസ് ആയി കിട്ടണം. ഈ ലൂക്കിന്റെ ഒരു കാര്യം, കാശിന്റെ വിഷയത്തില് ലൂക്കിന് ക്യാഷിന്റെ കാര്യത്തിൽ യാതൊരു മയവുമില്ല. അത് ഇവൾക്കറിയാം. അതെന്തെങ്കിലും ആട്ടെ. 9 മണിയോടെ താൻ അവിടെ എത്തുന്നു. കൃത്യം 9:30 സംഭവം നടക്കുന്നു. കൃത്യം 9:30 ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസിന് എന്ത് വിവരം? ആ പയ്യന്മാർ ആ പെണ്ണിനെ കൊന്നു എന്നുള്ളത്. പോലീസ് എത്തുന്നു, അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് തന്നെ ആയിരിക്കും അയാള് പറഞ്ഞ വീട്. ഈശ്വര, എന്റെ അച്ഛൻ. താങ്ക് യു ഡാലി. നമസ്കാരം. ആരാ? വല്ല പിരിവിനോ മറ്റാണെങ്കിൽ ഇവിടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ അല്ല, ഇനി ഈ ഭൂമുഖത്ത് ചുറ്റാനൊരിടമില്ല. ലക്ഷണപ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. മകനോ? അതെ, ആയില്ലഞ്ചേരി കോവിലത്തെ തമ്പുരാനാ. നാട് മുഴുവൻ സ്വന്തം. ആനയും അമ്പാരിയും പരിചാരകന്മാര് തന്നെ 100 കണക്കിന്. പക്ഷേ ഇദ്ദേഹം ഇന്ന് പുത്രദുഃഖത്താൽ തപിക്ക. എന്റെ മകൻ എവിടെ? ഒന്ന് വേഗം പറയാ. ഹി ലുക്സ് ലൈക്ക് യു. ഓ, മനസ്സിലായില്ല. അല്ല, നിങ്ങളെ പോലെ ഇരിക്കുന്ന. അതെ അതെ അതെ. ഇത്രയും വലിയ തറവാട്ടിലെ കുട്ടിയാണെന്ന് കണ്ടപ്പോ തോന്നിയതേയില്ല. അപ്പോ ആള് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പന്നല്ലേ? നോ പ്രോബ്ലം. ഹി ഈസ് സ്റ്റേയിങ് അപ്സ്റ്റേഴ്സ്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. കമോൺ. ഞാൻ പറഞ്ഞില്ലേ, ഒടുവിൽ ദൈവം നമ്മളെ രക്ഷിച്ചു. ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ? ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല. പിന്നെ ജോലിയെല്ലാം ചെയ്യുന്ന ആ കർമ്മൻ വേലക്കാരുണ്ടല്ലോ, കടുക്കനക്കിട്ട് ആ ബ്ലഡി ഇഡിയറ്റ്. നീ ആ MRCയുടെ മകളല്ലേ സിറ്റി ടൈഗേഴ്സ് കൊണ്ടുപോയ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? കുഞ്ഞുകൂട്ടനെവിടെ? കുഞ്ഞുകൂട്ടനെവിടെ? അല്ല, ചെറിയമ്പ്ര കല്യാണം കഴിച്ചോ? കരുതാക്ക വിളിക്കാണോ? സന്ദർഭം നോക്കാതെ വെട്ടിത്തര എഴുന്നള്ളിക്കല്ലേ ചെറിയാവുന്നവരെ. കുഞ്ഞൂട്ടാ, ആരാ നീയെ? കുഞ്ഞൂട്ടനെവിടെ? തമ്പുരാനെ, കുഞ്ഞൂട്ടാ, കുഞ്ഞുകൂട്ടനെവിടെ? കീപ് സൈലൻസ് പ്ലീസ്. മലയാളത്തിൽ പറയൂ, കൊല്ലും ഞാൻ തന്നെ. കുഞ്ഞൂട്ടനെവിടെ? എന്തൊക്കെയാ ഈശ്വര ഞാൻ കേൾക്കുന്നത്? ആ മാറാച്ചക്കനാ ഇതൊക്കെ കാരണക്കാരൻ. ഏതാ ഒറ്റിയാൻ? അവിടെ വെക്കാൻ, അവിടെ വെക്കാൻ, അവിടെ ആശ ആരോ കൊണ്ടുപോകുന്നു. അയ്യോ, MRCയുടെ ആളുകളായിരിക്കും. അവളെ എങ്ങനെയും രക്ഷിക്കണം. എങ്ങനെ? വാ, വാനെടുക്കാം. എവിടെയാണ് കൊലപാതകം നടന്നത്? Where is the dead body? ശവം എവിടെ? ഒന്നില്ല, അർദ്ധപ്പാണ്ടാക്കിട്ട് പോയി. അല്ല, ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി. പെൺകുട്ടി എവിടെ? തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ടുപോകാൻ അറിയോ? അറിയാ, ഒരു കറുപ്പ് കാറിലാ കൊണ്ടുപോയത്. കറുത്ത കാറില്. കറുപ്പ് കാർ. Come on, chase the കറുപ്പ് കാർ. ഇവിടുത്തെ ഫേമസ് അഡ്വക്കേറ്റ്സ് ആരാ? അത് പിന്നെ ആർക്കാ അറിയാത്തത്? നമ്പ്യാരെ. ഏകദേശം 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ എത്ര രൂപയുടെ മുദ്രപത്രം വേണ്ടി വരും? അത് കുറെ വേണ്ടി വരും. എനിക്ക് വ്യക്തമായിട്ടറിയില്ല. സബ് രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം. ഇത് മതിയാവൂ? മുദ്രപത്രം നിക്കാൻ. സാമുദ്രോഹി അല്ല, കാശ് എന്നേച്ച് പോടാ. പരമദ്രോഹി. അയ്യോ, ചതിച്ചല്ലോ. നിർത്ത്. ചേട്ടാ, ഒരു കറുത്ത കാർ അവനാ എന്റെ മുദ്രപത്രം കാശ് അടിച്ചോണ്ട് പോയത്. കാർ എങ്ങോട്ടാണ് പോയത്? അഡ്വക്കേറ്റ് നമ്പ്യാരത്തേക്ക് പോകുന്നാ പറഞ്ഞത്. അഡ്വക്കേറ്റ് നമ്പ്യാരൻ. അയ്യോ,
എന്നെയും കൂടെ കൊണ്ടുപോകും, ഞാനും വരാം.